ഈശോ മിശിഹായിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദനഹക്കാലം 2-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ദനഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദയമെന്നാണ്. നമ്മൾ എല്ലാ ദിവസവും സപ്രായിൽ പ്രാർത്ഥിക്കുന്ന പുലരിപ്രഭയിൽ എന്ന് പാടുമ്പോൾ മദ്നഹാദ് സപ്ര എന്നാണ് പറയുന്നത്. അതായത് കിഴക്കുന്നുദിക്കുന്ന ആ പ്രഭാതം, പൊട്ടിവിരിയുന്ന പ്രഭാതത്തിൽ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ ദനഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഈശോയുടെ ഉദയമെന്നാണ്. ഗ്രീക്കിൽ എപ്പിഫനി എന്ന് പറയുമെങ്കിലും പ്രത്യക്ഷീകരണമെന്നാണ്. പക്ഷേ ഉദയം, ഒരു സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ സൂര്യതേജസ്സിനേക്കാൾ ഉജ്ജ്വലമായ തേജസ്സോടുകൂടി, മഹത്വത്തോടുകൂടി, ദൈവികതയോടുകൂടി ഈശോ ഉദിച്ചുയർന്നു നിൽക്കുന്നു. ആ പ്രകാശം നമ്മൾ സ്വീകരിച്ച് ഈശോയുടെ ജീവനിൽ പങ്കുകാരാകുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഇന്നത്തെ സുവിശേഷത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം, അതിൻ്റെ പ്രോലോഗ്, അതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്ന് വിചിന്തന വിഷയമാക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെ ഇതൊരു വചനഗീത ആയിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്. ബൈബിൾ തുറക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ ഗദ്യമല്ല, പദ്യമാണ്, ഒരു കവിതയാണ്. ഉൽപ്പത്തി പുസ്തകം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇതുപോലെ ഒരു കവിതാത്മകമായ ഭാഷയിൽ അതിൻ്റെ ഒരു പൂർണ്ണത കൈവരുന്ന രീതിയിലാണ് യോഹന്നാൻ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പൂർണ്ണതയായി, പഴയ നിയമത്തിൽ വെളിപ്പെടുത്തുന്നതിൻ്റെ എല്ലാം പൂർണ്ണതയായി ഈശോയെ അവതരിപ്പിക്കുകയാണ്. ആ ഒരു രചനാ സങ്കേതം, കാവ്യാത്മക ശൈലി നമുക്കിവിടെ കാണാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഉന്നതമായ മാനവിക ചിന്തയുടെ, ദൈവശാസ്ത്ര തത്വശാസ്ത്ര ചിന്തയുടെ വെളിച്ചത്തിൽ ഈശോയുടെ രക്ഷാദൗത്യം, അതിൻ്റെ ഒരു ആശയം അവതരിപ്പിക്കുകയാണ് യോഹന്നാൻ. സമവീക്ഷണ സുവിശേഷങ്ങളിലാകട്ടെ ഈശോയുടെ ക്രൊണോളജിക്കൽ, സമയബന്ധിതമായി ഈശോയുടെ ജനനം മുതലുള്ള വിവരങ്ങൾ അറിയിക്കുകയാണെങ്കിൽ, ഈശോ മാതാവിൻ്റെ ഉദരത്തിൽ ഗർഭധാരണം മുതലുള്ള വിവരങ്ങൾ അറിയിക്കുകയാണെങ്കിൽ, ഇവിടെ യോഹന്നാൻ മറിച്ച് ഈശോയെക്കുറിച്ചുള്ള ആ വിവരണങ്ങളെല്ലാം ഒരു ചിന്താസരണിയിലൂടെ അവതരിപ്പിക്കുകയാണ്, ഒരു ദൈവശാസ്ത്ര ഭാഷയിൽ അവതരിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ ആരാണ്? ഇതാ നിങ്ങളുടെ രാജാവ്, ദാവീദിൻ്റെ പുത്രൻ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോ, അത് റോമാക്കൾക്ക് എഴുതിയ സുവിശേഷമാണല്ലോ, ഈശോ ഒരു ദാസനായിട്ട് വരികയാണ്. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് കടക്കുമ്പോൾ ഈശോ ഒരു മനുഷ്യൻ, ദൈവികത നിറഞ്ഞ മനുഷ്യനായിട്ട് വിജാതി ലോകത്തിന് ലൂക്ക പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ ആരാണ്? ഇതാ നിങ്ങളുടെ ദൈവം. ഈശോയുടെ ദൈവികത എടുത്തു പറയുകയാണ്. ഒപ്പം ഈശോയുടെ മാനവികത, മാനുഷികതയും എടുത്തു പറയുകയാണ്. അങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ വലിയ പ്രത്യേകതകളുണ്ട്. ഈ സുവിശേഷത്തിലേക്ക് കടക്കുമ്പോൾ മറ്റ് സുവിശേഷങ്ങൾ കാണുന്ന പല കഥാപാത്രങ്ങളും രംഗത്ത് വരുന്നില്ല. ഉദാഹരണത്തിന് ചുങ്കക്കാരെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. പിശാചി ബാധിതരെക്കുറിച്ച് ഒരു പ്രതിപാദനവുമില്ല. അതുപോലെ തന്നെ കുഷ്ഠരോഗികളെക്കുറിച്ച് പറയുന്നില്ല, ഉപമകൾ പറയുന്നില്ല. മറിച്ച് ഈശോയുടെ അടയാളങ്ങൾ, മഹത്വം വെളിപ്പെടുത്തുന്ന അടയാളങ്ങൾ വ്യക്തമാക്കുകയാണ്. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അടയാളങ്ങളിലൂടെ വെളിപ്പെടുത്തുന്ന ഈശോയെ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ 1-ാമത്തെ വാക്യത്തിലേക്ക് കടക്കുമ്പോൾ 1-ാം വാക്യത്തിൽ തന്നെ 3 പ്രാവശ്യം ആവർത്തിക്കുന്നത് നമ്മുടെ ഈ പരമ്പരയുടെ പേര് തന്നെയാണ്, മെൽസ, വചനം, ലോഗോസ്. ഗ്രീക്കിൽ ലോഗോസ് എന്നാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ഈശോയെ അവതരിപ്പിക്കുകയാണ്. ഈശോ വചനമാണ്, ആദിയിൽ ദൈവത്തോടു കൂടി ആയിരുന്നവൻ എന്ന് അവതരിപ്പിക്കുകയാണ്. പിന്നീട് പറയുന്നത്, ഈ വചനം ആരാണ്? ഈ വചനം ലോഗോസ് എന്ന ഗ്രീക്ക് ചിന്ത അനുസരിച്ച് ലോഗോസ് ഹെറാക്ലിറ്റസ് BC 6-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ലോഗോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ദൈവിക ചിന്ത, ദൈവത്തിൻ്റെ റീസൺ,
ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവികമായ അല്ലെങ്കിൽ ബൗദ്ധികമായ വലിയ ഉന്നതമായ ചിന്തയാണ് ഈ ലോഗോസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഒരു ചിന്താ പദ്ധതി, അതാണ് ലോഗോസ്. BC 20 ജീവിച്ചിരുന്ന ഫീലോ എന്ന ഒരു ഗ്രീക്ക് യവന സ്വാധീനം ഉണ്ടായ യഹൂദ ചിന്തകൻ അവതരിപ്പിക്കുന്നത് ഈ ലോഗോസ് എന്ന് പറയുന്നത് ദിമൂർഗ്, അതായത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള മധ്യവർത്തിയായ ഒരു വ്യക്തിയായിട്ടല്ല, ഒരു ശക്തിയായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്നാൽ യോഹന്നാൻ ക്രിസ്തീയ വീക്ഷണമനുസരിച്ച് അവതരിപ്പിക്കുമ്പോൾ ഇത് ഡെമ്യൂർഗ്, അല്ലെങ്കിൽ ഒരു ചെറു ദൈവം, അല്ല ദൈവവും മനുഷ്യനും ഇടയ്ക്കുള്ള ഒരു കൊച്ചു ദൈവം എന്ന രീതിയിലല്ല. പിന്നെ എന്താണ് ഇവിടെ അവതരിപ്പിക്കുന്ന? വചനം ദൈവമായിരുന്നു, ദൈവത്തോട് കൂടെയായിരുന്നു. വിത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തോട് മുഖം നോക്കിയിരുന്നു എന്നാണ്. വചനം ദൈവമായിരുന്നു. അപ്പോൾ ഈ വചനം, പുത്രൻ തമ്പുരാൻ, ലോഗോസ്, മെൽസ, അതാരാണ്? അത് ഇടത്താവളത്തിലുള്ളൊരു ദൈവമായിട്ടല്ല, ഒരു ചെറു ദൈവമായിട്ടല്ല, മറിച്ച് ദൈവം തന്നെയാണ്. പുത്രൻ തമ്പുരാൻ്റെ ദൈവികത വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് എങ്ങനെയാണത് വന്നിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം സ്രഷ്ടാവാണ്. ഇതുപോലെ തന്നെയാണ് ഇവിടെയും സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ലോഗോസ്, മെൽസ, രണ്ടാം ആളായ മിശിഹ, അവൻ സ്രഷ്ടാവാണ്. അവനിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഈശോയിലൂടെയാണ് ലോകത്തിലുള്ളതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഈശോയുടെ സ്ഥാനം എന്താണ്? ഈശോയുടെ സ്ഥാനം ദൈവിക സ്ഥാനമാണ്. ആദിമസഭയിൽ 4-ാം നൂറ്റാണ്ടിൽ വലിയൊരു പാഷണ്ഡതയുണ്ടായി, ആര്യനിസം. അതിന് ജയിക്കുവാൻ വേണ്ടിയാണ് നിഖ്യ സുനഗദോസ് AD 325 ഈ വർഷം, ഈ ജൂബിലി വർഷം നമ്മൾ അതിൻ്റെ കൂടി ഒരു വാർഷികം ആഘോഷിക്കുകയാണല്ലോ. അപ്പോൾ ഈ നിക്കാസിനോസിലെ ചോദ്യം ഇതായിരുന്നു: ഈശോ ആരാണ്? സൃഷ്ടിയുടെ പക്ഷത്താണോ സ്രഷ്ടാവിൻ്റെ പക്ഷത്താണോ നിർത്തേണ്ടത്? ആരിയസ് എന്ന വൈദികൻ പറഞ്ഞു, ഡെമൂർഗിനെ പോലെ ഒരു മികച്ച സൃഷ്ടിയായിട്ടാണ്. അതാണ് സഭാപിതാക്കന്മാർ അതിനെതിരായിട്ട്, അത് തെറ്റാണ്, പാഷണ്ഡതയായിട്ട് മുദ്ര കുത്തിക്കൊണ്ട് അവൻ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും, പിതാവിനോടുകൂടിയുള്ള ഏകസത്തയും പ്രകാശത്തിനുള്ള പ്രകാശവും നമ്മൾ ഇന്നും കുർബാനയിൽ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം ഉണ്ടായത് അങ്ങനെയാണ്. നിഖ്യ, പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം. അപ്പോൾ ഈശോയുടെ ആ വ്യക്തിത്വം, ഈശോ ആരാണ്? ഈശോ ദൈവമാണ്. ആ ദൈവികത എടുത്തു പറയുകയാണ്. തുടർന്ന് അവനിൽ ജീവനുണ്ടായിരുന്നു. ഈശോയിലുള്ള ജീവൻ എന്ന് പറയുന്നത് വെറും ഒരു ബയോളജിക്കൽ ലൈഫല്ല, ഈശോയിലുള്ളത് ദൈവിക ജീവനാണ്, ദൈവം നൽകുന്ന ജീവനാണ്. അതുകൊണ്ടാണ് ആ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജീവന് പ്രകാശമുള്ളൊരു ജീവനാണ്. ആ ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുളെന്ന് പറയുന്നത് തിന്മയുടെ ശക്തികളാണ് ഇരുൾ. വിദ്വേഷത്തിൻ്റെയും കാപട്യത്തിൻ്റെയും ജഡികതയുടെയും ഒക്കെ ശക്തിയാണ്. അപ്പോൾ അവിടെ അതിനെ കീഴടക്കുവാൻ ഇരുളിൽ പ്രകാശിക്കുകയാണ്. ഈ വെളിച്ചത്തെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. അപ്പോൾ ഈശോ വലിയ പ്രകാശമാണ്, ജീവൻ നൽകുന്ന പ്രകാശമാണ് എന്ന് അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഈ സുവിശേഷത്തിൻ്റെ മുഴുവൻ കഥ രക്തചുരുക്കമായി അവതരിപ്പിച്ചുകൊണ്ടാണ്. സംഗീത ആലാപനത്തിൽ, ക്ലാസിക്കൽ സംഗീതത്തിൽ ഓവർച്ചർ എന്ന് പറയും. ആദ്യ ഭാഗം പ്ലേ ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന ഭാഗങ്ങളുടെ മുഴുവൻ ഒരു അവതരണമാണ്. സാഹിത്യത്തിൽ പ്രില്യൂഡ് എന്ന് പറയും. എല്ലാ വിഷ്കമ്പം, വരാനിരിക്കുന്നതെല്ലാം ചുരുക്കമായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈശോ, അല്ലെങ്കിൽ ട്രെയിലർ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ട്രെയിലർ, കഥ മുഴുവനും ചുരുക്കമായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ രക്ഷാകര ദൗത്യവും ഈശോയുടെ വ്യക്തിത്വവും ദൗത്യവുമെല്ലാം ചുരുക്കമായിട്ട് ഈ വചനഗീതയിൽ അവതരിപ്പിക്കുകയാണ്. ഈ ആദ്യത്തെ 5 വാക്യങ്ങളിലൂടെ ഈശോയുടെ ദൈവികത, സ്രഷ്ടാവ് എന്നുള്ള സ്ഥാനം, ദൈവത്തോടൊത്തുള്ള ഏകസത്തയാണെന്നുള്ള സ്ഥാനം ഉറപ്പിക്കുകയാണ്. തുടർന്ന് ദൈവം അയച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ യോഹന്നാൻ. അവൻ സാക്ഷ്യത്തിനായി വന്നു.
അവൻ വെളിച്ചത്തിന് സാക്ഷ്യം നൽകുവാൻ വന്നു, എല്ലാവരും അവനിൽ വിശ്വസിക്കുവാൻ. പക്ഷേ അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ്. അപ്പോൾ യോഹന്നാൻ ആരാണ്? അവൻ സാക്ഷ്യം വഹിക്കുന്നവനായിട്ടാണ്. അപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സ്നാപയോഹന്നാൻ മുതൽ അവസാനം വരെയും ഒരു വിചാരണ പോലെയാണ്, സാക്ഷ്യം വഹിക്കലാണ്. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരുടെ പരമ്പരകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈശോ അംഗീകരിക്കുന്നവരും തിരസ്കരിക്കുന്നവരും, പക്ഷേ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരും. 9-ാം വാക്യത്തിൽ എടുത്തു പറയുകയാണ്, യോഹന്നാൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതാണ് ഈശോ. എല്ലാ മനുഷ്യർക്കും പ്രകാശം കൊടുക്കുക, പ്രത്യാശ കൊടുക്കുക. ആ പ്രത്യാശ എന്ന് പറയുന്നത് ഒരു കേവലം ശുഭാപ്തി വിശ്വാസമല്ല, ദൈവിക പുണ്യമാണ്, ദൈവകൃപയാണ്. അത് അവൻ വന്നിരിക്കുകയാണ്. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. അപ്പം ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. പഴയ നിയമത്തിൽ വിസ്ഡം ലിറ്ററേച്ചർ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 22 മുതൽ ജ്ഞാനം ദൈവത്തോടു കൂടിയായിരുന്നു, അതിൻ്റെ ഒരു പൂർണ്ണതയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈശോ ദൈവിക ജ്ഞാനമായിട്ട്, അതിൻ്റെ പൂർണ്ണതയായിട്ട് ഈശോയിലൂടെ സകലതും സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ സൃഷ്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ്. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം അതുണ്ട്. ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്, ക്രിസ്തു മതത്തെ ഒരു ചരിത്രമതമായി വീക്ഷിക്കുന്ന ഒരു പ്രവണത വളരെയേറെയുണ്ട്. അത് ശരിയാണ് താനും. പക്ഷേ മറുവശം ഒരു പ്രാപഞ്ചിക വിശ്വാസം മതം കൂടിയാണ്. സൃഷ്ടിയെക്കുറിച്ച് കൂടുതലായി ഇതിലുണ്ട്. സൃഷ്ടിയും രക്ഷയും കൂടി ചേർന്നാണ് പോകുന്നത്. അതുകൊണ്ട് സൃഷ്ടിക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. നമ്മളുടെ പ്രാർത്ഥന എടുത്ത് നോക്കുക. ഞായറാഴ്ചത്തെ പ്രകാശം സൃഷ്ടിക്കുന്ന പ്രകാശത്തിൻ്റെ സൃഷ്ടാവ് അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു. നമ്മുടെ കുർബാനയുടെ പ്രാർത്ഥനകൾ, 1-ാമത്തെ ഗഹന്ത അങ്ങ് ഞങ്ങൾ സൃഷ്ടിച്ചു. 3 അനാഫറകളിലും ആ സൃഷ്ടാവിനെ എടുത്തു പറയുകയാണ്. ഈശോയിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ലോകത്തെ അവൻ സൃഷ്ടിച്ചു. പക്ഷേ ഈ ലോകം അവനെ അറിഞ്ഞില്ല, പ്രകാശത്തെ അറിഞ്ഞില്ല. അതാണ് തുടർന്ന് നമുക്കറിയാം റിജക്ഷൻ, കർത്താവിനെ തിരസ്കരിക്കുന്നൊരു ലോകം. 11-ാം വാക്യം എടുത്തു പറയുകയാണ്, അവൻ സ്വന്തം ജനങ്ങളുടെ അടുക്കിലേക്ക് വന്നു, എന്നാൽ അവനെ സ്വീകരിച്ചില്ല, കർത്താവിനെ തിരസ്കരിച്ചു, കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയം കഠിനമാക്കി. ഇന്നത്തെ ലേഖനത്തിൽ, ഹെബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ സ്ലീഹായും ശ്രേഷ്ഠ പുരോഹിതനുമായ ഈശോ, ആ ഈശോ ഹെബ്രായ 3:4 വാക്യത്തിലാണ് പറയുന്നത്, ആ ഈശോ മോശയേക്കാൾ മഹത്വമുള്ളവനാണ്. അപ്പോൾ സകലത്തിൻ്റെ നിർമ്മാതാവാണവൻ. മോശ ഭവനത്തിൽ വൃദ്ധനെ പോലെയാണെങ്കിൽ ഇത് ഭവനത്തിൻ്റെ നിർമ്മാതാവാണ്, ഭവനത്തിൽ പുത്രനെ പോലെയാണ് ഈശോ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൻ്റെ ഭവനമായി മാറണം. അവനുള്ള പ്രത്യാശ മുറുകെ പിടിച്ചാൽ നാം അവിടുത്തെ ഭവനമാകും. 6-ാം വാക്യം തുടർന്ന് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഈശോയ്ക്ക് സംഭവിച്ചത് എന്താണ്? അവനെ സ്വന്തം ജനങ്ങളിലേക്ക് വന്നു, അവർ അവനെ സ്വീകരിച്ചില്ല. ഈ പഴയ നിയമ ജനതയ്ക്ക് സംഭവിച്ച കാര്യം തന്നെയാണ്. എന്താണ്? അവർ ഹൃദയം കഠിനമാക്കി. 4 പ്രാവശ്യം പറയുന്നുണ്ട്, നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അങ്ങനെ കഠിനമാക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? അവരെൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അത് 6 പ്രാവശ്യം ഈ ചുരുങ്ങിയ ഹെബ്രായ ലേഖനത്തിൽ 3:1 മുതൽ 4:7 പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിനെ തിരസ്കരിച്ചവർ ഹൃദയം കഠിനമാക്കിയവരാണ്. തിരസ്കരിച്ചു, കർത്താവിൻ്റെ ശക്തി മനസ്സിലാക്കാതെ. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ ജനം വെറുവെറുക്കുകയാണ്. കാരണം എന്താണ്? ഈ മന്ന മാത്രമേ ഞങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ളല്ലോ. 11:6, സംഖ്യ 11:6. ഈ മന്ന ഈജിപ്തിൽ സൗജന്യമായി കിട്ടിയിരുന്ന വെള്ളരിക്ക, മത്തങ്ങ, സവോള, ചുവന്നുള്ളി, വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ കിറ്റ് കിട്ടുന്നത് പോലെ സൗജന്യമായി. പക്ഷേ അടിമത്തമാണെങ്കിൽ അവർക്ക് ആ കിറ്റ് മതി. അടിമത്തത്തിലാണേലും അപ്പോൾ അങ്ങനെ അടിമത്തത്തിലെ ചെറിയ ചെറിയ രുചികളിൽ, അഭിരുചികളിൽ തങ്ങി നിൽക്കുകയാണ് അവർ ഹൃദയം കഠിനമാക്കി. അപ്പോൾ അവരെ ദൈവം അഗ്നി ഇറക്കി ശിക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ആ സാക്ഷ്യ പേടകത്തിൻ്റെ പിന്നാലെ പോകാനുള്ള ആ ജനം പോയ വഴിക്ക് കർത്താവിനെതിരെ ഹൃദയം കഠിനമാക്കി. ഇതുപോലെ നാം ഹൃദയം കഠിനമാക്കരുത് എന്നുള്ള സന്ദേശമാണ്. അപ്പോൾ സ്വന്തം ജനങ്ങളുടെ അടുക്കലേക്ക് വന്നു, എന്നാൽ സ്വകീയർ അവനെ സ്വീകരിച്ചില്ല. നമുക്കറിയാം, സത്രത്തിൽ അവന് സ്ഥലമുണ്ടായിരുന്നില്ല എന്നാണ് ലൂക്കായുടെ ഭാഷ്യം.
എന്നാൽ അവനെ സ്വീകരിച്ചവർക്കെല്ലാം 12-ാം വാക്യം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകി. ഈശോ തരുന്നത് എന്താണ്? ഈശോ ജീവൻ നൽകുന്നു, വെളിച്ചം നൽകുന്നു, പിന്നീട് അവൻ നൽകുന്നത് ദൈവമക്കളാകാനുള്ള കഴിവ് നൽകുകയാണ്. കണ്ടാലും നാം ദൈവമക്കളാണ് എന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ തന്നെയാണ്. 1 യോഹന്നാൻ 3:2 വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാനും വിശുദ്ധ അംബ്രോസും ഒക്കെ പറയുന്നത് ഇത് മാമോദീസയെ സൂചിപ്പിക്കുന്നത്. മാമോദീസയിലൂടെയാണ് നമ്മൾ ദൈവമക്കളാകുന്നത്. അപ്പോൾ യോഹന്നാൻ അത് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ദൈവമക്കൾ, ദൈവമകൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംജ്ഞയാണ്. പലരും വിചാരിക്കും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അൾമായർക്ക് വേണ്ടി കുർബാനയിലൊക്കെ അൾമായ വിശ്വാസികൾ, അൾമായ പ്രേക്ഷിതമൊക്കെ ചേർത്തിട്ടുണ്ട്. പക്ഷേ വാസ്തവത്തിൽ നമ്മുടെ കുർബാനയുടെ ഒറിജിനൽ ഘടനയിൽ ഒരിടത്തും അൾമായ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. മറിച്ച് 4-ാം ഗഹന്തയിൽ സൂചിപ്പിക്കുന്നത് പോലെ അതായ മാറിയുടെ മാമോദീസായെ സ്വീകരിച്ച് സഭയുടെ സന്താനങ്ങളായ സഭാസന്താനങ്ങൾ എന്നാണ്, മക്കൾ എന്നാണ്. അതാണ് പ്രൈമറി അല്ലെ അടിസ്ഥാനപരമായ സംജ്ഞ. നമ്മൾ മക്കളാണ്. വിശ്വാസികൾ എന്ന് പോലുമല്ല, മക്കൾ, അല്ലെങ്കിൽ ദൈവജനം എന്ന് പോലുമല്ല. അതൊക്കെ പിന്നീടുള്ള മറ്റ് അവതാരങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ മക്കളാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ അവതരിപ്പിക്കുന്ന വലിയ സത്യം, ദൈവമക്കളാകാൻ കഴിവ് നൽകി. ഇങ്ങനെ ആകുന്നത് എങ്ങനെയാണ്? അവൻ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നല്ല, മറിച്ച് പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിൽ നിന്നത്രേ. അപ്പോൾ ദൈവം നൽകുന്ന ഒരു ജനനം, ന്യൂ ബർത്ത്, ബോൺ അഗെയിൻ, 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ആ ദൈവം നൽകുന്ന മക്കൾ എന്നുള്ള ആ സ്ഥാനം, അതിലേക്കാണ് ഈശോ നമ്മളെ കൊണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ മകനാണ് ഈശോ, ദൈവപുത്രനാണ്. അതുപോലെ തന്നെ ആ പുത്രത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു എന്നുള്ള വലിയ സത്യമാണ്. 14-ാമത്തെ വാക്യത്തിൽ കുറേക്കൂടെ വ്യക്തമായിട്ട് പറയുകയാണ്, വചനം മാംസമായി. അതാണ് ഇൻകാർണേഷൻ. കാർണ എന്ന് പറഞ്ഞാൽ മാംസം എന്നാണ്. മനുഷ്യാവതാരം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇറങ്ങി വരുന്ന വാക്കാണ്. ഇൻകാർണേഷൻ, മനുഷ്യവൽക്കരണം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാണ്, നമ്മുടെ ഇടയിൽ വസിച്ചു. അതായത് സാക്ഷി കൂടാരത്തിൻ്റെ പിന്നാലെ പഴയ നിയമ ജനത നടന്നെങ്കിൽ ഇന്ന് ഈ സാക്ഷി കൂടാരത്തിൻ്റെ പൂർണ്ണത ഒരു മനുഷ്യനിൽ പൂർണ്ണമായി ദൈവിക മനുഷ്യനായി, ദൈവവും മനുഷ്യനുമായ ഈശോയിൽ പൂർണ്ണമായിരിക്കുന്നു. അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തെ ദർശിക്കുക, കാണുക വളരെ പ്രധാനപ്പെട്ട. വന്ന് കാണുക. യോഹന്നാന്റെ ലേഖനം അറിയാമല്ലോ, ഞങ്ങൾ കേട്ടതും കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും വീണ്ടും കണ്ടതും ദർശനമാണ്. ഞങ്ങൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞ പിതാവിൻ്റെ ഏകജാതൻ്റേതായ മഹത്വം. ഇഹീദായ എന്ന വാക്ക്, ഏകജാതൻ, സുറിയാനിയിൽ പിതാവിൻ്റെ ഏകജാതൻ. അപ്പോൾ ഈ മഹത്വം, ഇതിനാണ് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വന്നത്. പിന്നെ പറയുകയാണ്, യോഹന്നാൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, അവൻ എനിക്ക് മുമ്പുള്ളവനാണ്. വാസ്തവത്തിൽ യോഹന്നാനാണ് ക്രോണോളജിക്കലി പ്രായത്തിൽ മുമ്പുള്ളവൻ, 6 മാസം മുമ്പുള്ളവൻ. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? ഇവനാണ് വലിയവൻ, മുമ്പുള്ളവൻ. അപ്പോൾ ഈശോയുടെ ആ നിത്യതയെ സൂചിപ്പിക്കുക, വചനത്തിൻ്റെ നിത്യതയെ സൂചിപ്പിക്കുക. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈശോയിലായിരിക്കുന്നവർക്ക് ലഭിക്കുന്നത് വെളിച്ചം, ദൈവിക വെളിച്ചം, ദൈവിക ജീവൻ, കൃപയുമേൽ കൃപ, വീണ്ടും കൃപ. പൗലോസ് പറയുന്ന പോലെ പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു, ഇരുട്ട് വർദ്ധിച്ചിടത്ത് പ്രകാശം അതിൻ്റെ 10 ഇരട്ടി വർദ്ധിച്ചു. ഇതുപോലെയാണ് കൃപയ്ക്കുമേ കൃപ. നിയമം മോശ വഴി നൽകപ്പെട്ടു, തോറ അത് മോശ വഴി നൽകപ്പെട്ടുവെങ്കിൽ കൃപയും സത്യവുമാകട്ടെ ഈശോ വഴി ഉണ്ടായി. അപ്പോൾ ഈശോ നൽകുന്നത് എന്താണ്? കൃപയും സത്യവുമാണ്. ദൈവസന്നിധിയിലുള്ള സ്വീകാര്യതയാണ് കൃപ. സത്യത്തിൽ ജീവിക്കുന്ന അവസ്ഥ, സത്യം വെളിപ്പെടുത്തി ആ സത്യമനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള കൃപ ആണ് കൃപയും സത്യവും. എന്നിട്ട് അവസാനം പറയുകയാണ്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിന്നെ ആരാണ് ദൈവത്തെ യഥാർത്ഥത്തിൽ കാണുന്നത്? ആരാണ് ദൈവത്തെ കാണാൻ കഴിയുന്നത്? തൻ്റെ ഏകജാതൻ. വീണ്ടുമാണ് ഏകജാതനായ ഈശോ മിശിഹ വഴിയാണ്. ഇന്നത്തെ 2-ാം ലേഖനത്തിൽ 2-ാം വായനയിൽ ഏശയ്യ 45:15 വാക്യത്തിൽ, ഇസ്രായേലിൻ്റെ ദൈവവും രക്ഷകനുമായ ദൈവമേ, അങ്ങ് സത്യമായി മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. അപ്പോൾ പിതാവിൻ്റെ മടിയിൽ മറഞ്ഞിരിക്കുന്നവൻ, പിതാവിൻ്റെ വക്ഷസ്സിൽ ഇരിക്കുന്നവൻ. നമുക്കറിയാം, യോഹന്നാൻ തന്നെ ഈശോയുടെ വക്ഷസ്സിൽ ചാരിക്കിടന്നു. പിതാവിൻ്റെ വക്ഷസ്സിൽ പിതാവിനോട് ഗാഠമായ ഐക്യത്തിലായിരിക്കുന്നവൻ, ആ പുത്രനാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തി തന്നത്.
ദൈവത്തെ വെളിപ്പെടുത്തുന്ന കർത്താവ്, ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിലേക്ക് ചൊരിയുന്ന കർത്താവ്, ദൈവത്തിൻ്റെ സത്യവും കൃപയും പങ്കുവയ്ക്കുന്ന കർത്താവ്, ആ കൃപയിലേക്കും സത്യത്തിലേക്കും നമ്മെ ഈ ഞായറാഴ്ച ക്ഷണിക്കുകയാണ്. അപ്പോൾ നാം എന്ത് ചെയ്യണം? ഹൃദയം കഠിനമാക്കരുത്. നമ്മൾ പലപ്പോഴും സ്റ്റിഫ് നെക്ഡ് എന്ന് പറയും. ഹൃദയം കഠിനമാകുന്ന, പെടലി കടുത്തവരായി മാറുക, എല്ലാറ്റിനോടുമുള്ള വെറുപ്പ്, എതിർപ്പ് അതൊക്കെ മാറ്റിവെച്ച് കർത്താവിൻ്റെ കൃപ സ്വീകരിക്കുവാൻ തയ്യാറാകുക. നമ്മുടെ സ്വാർത്ഥ ലോകത്തിൻ്റെ പുറത്ത് കിടക്കുക, ദൈവപരിപാലനത്തിൽ വിശ്വസിക്കുക, എല്ലാവരെയും സ്നേഹിക്കുകയും ക്ഷമിക്കുകയും കരുതുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. അങ്ങനെയുള്ള ആ ദൈവകൃപയുടെ ഒരു വെളിച്ചത്തിലേക്ക് നമ്മെ കർത്താവ് ക്ഷണിക്കുകയാണ്. ആ വെളിച്ചം സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.